നമസ്കാരം. വളരെ കാലങ്ങളായി രോഗബാധിതയായിരുന്ന എൻ്റെ അമ്മ. ആ അമ്മയ്ക്ക് കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി നല്ല ഇമ്പ്രൂവ്മെൻ്റാണ്. അമ്മ വളരെ അവശനിലയിലായി, രോഗാവസ്ഥയിലായി, ക്ഷീണിതയായി മാറിയിരുന്നു. കഴിഞ്ഞ കുറച്ച് കാലങ്ങളായി അമ്മയ്ക്ക് വേണ്ടി നിരന്തരം പ്രാർത്ഥനയിലാണ്. മരുന്നുകളൊക്കെ പഴയതുപോലുള്ള മരുന്നുകൾ തന്നെയാണ്, സാധാ മരുന്ന് കണ്ടിന്യൂ. പക്ഷേ ഇപ്പോൾ ഉള്ളൊരു ഇമ്പ്രൂവ്മെൻറ്റ് കൃപാസനത്തിലെ തൈലവും ഉൽപ്പന്നങ്ങളും. കൃപാസനം നിങ്ങൾ കേട്ടിട്ടുണ്ടാവും. ആലപ്പുഴയിലാണ് മാതാവ് പ്രത്യക്ഷപ്പെട്ട സ്ഥലം. മാതാവ് എന്ന് പറയുമ്പോൾ പലർക്കും ഡൗട്ടുണ്ട്, ഏത് മാതാവാണ്? യേശുവിൻ്റെ അമ്മ പ്രത്യക്ഷപ്പെട്ടൊരു സ്ഥലം. സാങ്കല്പികമാണോ അല്ലെങ്കിൽ വിശ്വാസയോഗ്യമാണോ? അതേത് മാതാവ്? ഇങ്ങനെയൊക്കെ പലർക്കും പല ചോദ്യങ്ങളും ഉണ്ടാവാം. എൻ്റെ അമ്മയെ സൗഖ്യപ്പെടുത്തിയ ഒരു വലിയൊരു അത്ഭുത സാക്ഷ്യം ഞാൻ നിങ്ങളുടെ മുന്നിലേക്ക് കൊണ്ടുവരികയാണ്. അതിൻ്റെ നേരിട്ടുള്ള വീഡിയോ, അമ്മയുമായി ഇമ്പ്രൂവ്മെൻ്റ് ആയതിനു ശേഷം ഞാൻ എൻ്റെ അമ്മയുമായി സംസാരിക്കുന്ന വീഡിയോ. ഇത് നിങ്ങളേവരും കാണണം. കൃപാസനം എന്ന് പറയുന്ന ഒരു അത്ഭുതമായ ഒരിടം. അതെൻ്റെ അമ്മയിലൂടെ ഞാൻ സാക്ഷ്യം പറയാൻ ആഗ്രഹിക്കുന്നു. വീഡിയോ ഒന്ന് കണ്ടിട്ട് അഭിപ്രായങ്ങൾ പറയണം കേട്ടോ. അമ്മ, പിന്നെ നിങ്ങളെ പേരെന്തര്? വിലാസിനിയാ? പിന്നെ എവിടെ? പിന്നെ പ്ലാമൂട്ടിലെ വീട്ടിൽ പോണ്ടേ? പോണ്ടേ? പ്ലാമൂട്ടിലെ വീട്ടിൽ എന്ന് പോണം? എന്ന് പോവാ? പോണ്ടേ? പ്ലാമൂട്ടി വീട്ടിൽ പോണ്ടേ? തന്നെ? എന്ന് പോവാ? നമുക്കൊരു ദിവസം പോണ്ടേ? നമുക്കൊരു ദിവസം പോണ്ടേ? ഇപ്പൊ വേണമെങ്കിൽ പോവാം. ഇപ്പൊ വേണമെങ്കിൽ പോവാം. അപ്പൊ എന്റെ അമ്മ എപ്പോഴും റെഡിയാണ്. എപ്പൊ പോവാനും അമ്മ റെഡിയാണ് അല്ലേ അമ്മ? ഓ, പിന്നെ അമ്മ, ഞാൻ ഒരു കാര്യം പറഞ്ഞേ കേട്ടോ. പിന്നെ ഞാൻ ഒരു കാര്യം രഹസ്യം പറയാൻ എന്താണെന്ന് അറിയാമോ? പിന്നെ നിങ്ങള് അവിടുത്തെ പ്ലാവിൽ ചെന്ന് ചക്കയൊക്കെ അടക്കാത്തത് ഉണ്ട്. അവിടുത്തെ പ്ലാവ് നിറയെ ചക്കയ്ക്ക്. ഓ, അപ്പൊ നമുക്ക് അടക്കാൻ പോണ്ടേ? അടക്കാൻ പോവാ. എന്ന് പോവാ? എന്ന് പോവാൻ പറ. അതൊക്കെ വരട്ടെ. അമ്മ അധികം സംസാരിക്കില്ലായിരുന്നു കേട്ടോ. അമ്മ അധികം സംസാരിക്കത്തില്ലായിരുന്നു. ഇപ്പം കുറച്ചു കാലങ്ങളായി നമ്മൾ ചികിത്സയൊക്കെ ചെയ്ത് അമ്മ എണിപ്പിച്ച് ഇരുത്തിയിരിക്കുകയാണ്. അമ്മ സംസാരിക്കാറില്ല, കിടപ്പായിരുന്നു കേട്ടോ. ഇപ്പൊ സംസാരിച്ച് തുടങ്ങി, കുറേയൊക്കെ ഡെവലപ്പായി. അപ്പൊ അതിന്റെ ഭാഗമായിട്ടാണ് ഒരു ട്രീറ്റ്മെന്റ് പോലെയാണ് നമ്മളിങ്ങനെ സംസാരിച്ച് അമ്മയോടൊപ്പം കുശലം പറഞ്ഞ് അമ്മയെ ആക്റ്റീവ് ആക്കാൻ ശ്രമിക്കുന്നത്. അമ്മയുടെ പേരെന്തോന്ന്? വിലാസിനിയാ. ഇപ്പൊ പേര് പറയാൻ തുടങ്ങി. പണ്ട് പേര് അറിഞ്ഞൂടായിരുന്നു. അമ്മയ്ക്ക് മറവി രോഗം കൂടെ. അമ്മ മറന്നു പോകും അമ്മ എന്താണ്. ചോറ് തിന്ന? രാവിലെ എന്ത് തിന്നു? തന്നെ? ഒരു കുന്തോ തന്നില്ലല്ലേ? ഇവിടെ ആരും ഒന്നും തന്നില്ലല്ലേ? ഇവരൊന്നും കൊടുക്കൂലേ? ഇവരൊന്നും കൊടുക്കൂലല്ലേ? ഈ രാവിലെ എന്തൊരു തന്ന്? രാവിലെ പാപ്പം തന്നില്ലേ? പാപ്പം തന്നാ? ആര് തന്നത്? അടുക്കളയിലെ കൊച്ചാ തന്നാ? തന്നായിരുന്നു. രാവിലെ കാപ്പി തന്നാ? ചോറ് ഇരട്ടാ? ഇപ്പം ചോറ് ഇരട്ടാ? വരട്ടെന്നാ? ഇപ്പൊ ചോറ് വേണോന്ന്? ചോറ് വേണോ? ചോറും ചക്കയും മീനും സാമ്പാറും ചമ്മന്തി പരിപ്പേറി അച്ചാറും എല്ലാം കൂടെ തരാം അല്ലേ? ആഹാ, ആമാ മിടുക്കി. അപ്പൊ ഇതെല്ലാം തിന്നാനുള്ള പരിപാടിയാണ് അല്ലേ? അപ്പൊ നിങ്ങളെ ഇതാണ് പരിപാടി. അപ്പൊ ഇതെല്ലാം കൂടെ തിന്നാനുള്ളതാണ് പരിപാടി അല്ലേ? അപ്പൊ തിന്ന് മിടുക്കിയാവണം അല്ലേ? ഇന്ന് തിന്ന് ഇപ്പൊ ഉച്ചക്ക് കഴിച്ചിട്ടേ കുറച്ച് മതിയല്ലേ? നമുക്ക് കുറച്ച് ആഹാരം മതി. അമ്മ ആഹാരം കഴിച്ചിട്ടേ അമ്മ ആഹാരം കഴിച്ചിട്ട് എന്റെ കൂടെ വരുമോ? അങ്ങോട്ടൊക്കെ പോവാൻ വരുമോ? അങ്ങോട്ടൊക്കെ പ്ലാമൂട്ടിലൊക്കെ പോവാൻ വരുമോ? നമുക്ക് എങ്ങനെ പോവാം? എന്തായാലും പോവാ? നടന്നു പോവാന്നോ? വണ്ടിയിൽ പോവാന്നോ? നിങ്ങൾ ബൈക്കിൽ ഇരിക്കുവോ? അതാ കാറിൽ പോണോ?
എങ്ങനെ പോണം പറ അമ്മ പറ. ഉം? ഉം. ഉം. ഈ കുളിച്ചിട്ട് തലയിൽ എണ്ണ അയച്ചല്ലേ? കുളിച്ചിട്ട് തലയിൽ മണമുള്ള ആ പാരഷൂട്ടിന്റെ ജാസ്മിൻ എണ്ണ അമ്മയ്ക്ക് ഭയങ്കര ഇഷ്ടമാണ്. അതാകുമ്പോൾ നല്ല മണം കിട്ടും തലമുടിക്ക്. ഈ തലമുടി ഇവർക്ക് കുളിപ്പിച്ചിട്ട് എപ്പോഴും ഗോതമ്പ് മുടി ഒഴിച്ചിട്ട്. പക്ഷെ ഇപ്പം അമ്മ ബെറ്ററായി തുടങ്ങി കേട്ടോ, വളരെ നല്ല ബെറ്ററായി തുടങ്ങി. അമ്മയുടെ വിശേഷങ്ങൾ ഇടയ്ക്കിടയ്ക്ക് ഇതുപോലെ സന്തോഷത്തിന് വേണ്ടി ഇങ്ങനെ അത് പങ്കുവയ്ക്കണമെന്നുണ്ട്. നിങ്ങളെല്ലാവരും അമ്മയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കണം കേട്ടോ. അമ്മ കുറച്ച് നല്ല ബെറ്ററായി, കിടപ്പായിരുന്നു, ഇപ്പം എണ്ണിച്ചിരിക്കുകയാണ്. ഇത് നടക്കും, നമ്മളെ മുകളിലോട്ട് നടക്കും. നമ്മൾ മുകളിലോട്ടൊരു ചെറിയ വഴിയുണ്ട്, അവിടെ നിന്ന് കുറച്ചിങ്ങനെ ഞാനും അമ്മയും കൂടെ നടക്കാറുണ്ട്. നടന്നിട്ട് വരുമ്പോൾ അമ്മ കുറച്ചുകൂടി നോർമലാവും പോലെ എനിക്ക് തോന്നുന്നു. അപ്പം നടത്തം നല്ലൊരു എക്സസൈസ് ആയിട്ട് നമ്മൾ എടുക്കുകയാണ്. മരുന്ന് വിട്ടിട്ടില്ല, മരുന്നിനോടൊപ്പം നമ്മൾ എക്സസൈസും കൂടി കൊടുക്കുകയാണ്. ഇല്ലെങ്കിൽ അമ്മ സംസാരിക്കുന്ന സ്പ്ലിറ്റായി പോകും. ഇപ്പം ആ അക്ഷരം പറഞ്ഞാൽ നിങ്ങൾ പോകും. അപ്പോൾ അങ്ങനെ കുറേ വ്യത്യാസങ്ങളുണ്ട്. ഇനിയിപ്പോൾ ഡെവലപ്പ് ആവില്ലേ അമ്മ? നമുക്ക് ചോറൊക്കെ തിന്ന് മരുന്നൊക്കെ കഴിച്ച് ഉറങ്ങില്ലല്ലോ ഇന്ന്. ഇപ്പം കിടന്ന് ഉറങ്ങണ്ടേ? ഉറങ്ങണം കേട്ടോ. മരുന്നൊക്കെ കഴിച്ച് ആഹാരം കഴിച്ചിട്ട് ഉറങ്ങാം കേട്ടോ. ബാക്കി എവരെടുത്തേ ഈ കൈയെടുത്ത് ഹായ് പറഞ്ഞാണ് ഇങ്ങനെ ടാറ്റ കാണിച്ചാണ് അമ്മ. ഓ അതെടുക്കാം. ഇങ്ങോട്ട് നോക്ക്, വേണ്ട ഈ വെട്ടത്തിൽ നോക്കിയിട്ടേ ഹായ് പറഞ്ഞാണ് ഇങ്ങനെ. ഹായ് എന്ന് പറഞ്ഞാൽ ആ കൈ വേനുണ്ടല്ലേ? ഓ ഇങ്ങനെ അയക്കണം അമ്മ. കൈ ഇങ്ങനെ അവിടെ കാണിച്ചാണ്. അതാണ്. അപ്പം ഓക്കെ, താങ്ക് യു ഓൾ ഓഫ് യു. താങ്ക് യു. ഒരു വലിയ ഇമ്പ്രൂവ്മെൻ്റ് ആണ് ഈ വീഡിയോ. സാധാരണ നിലയ്ക്ക് വിവിധങ്ങളായ ചികിത്സകളൊക്കെ ചെയ്ത് പരാജയപ്പെട്ടു പോകുന്ന സമയങ്ങളും സാഹചര്യങ്ങളൊക്കെ നമ്മുടെ ജീവിതത്തിലുണ്ടാവാം. പക്ഷേ ഈ ഒരു അത്ഭുതം എന്ന് പറഞ്ഞാൽ അത് ഹോൾ ക്രെഡിറ്റ് ഗോസ് ടു കൃപാസനം എന്ന് ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നു. ബിക്കോസ് അവിടുത്തെ ഒരു പ്രാർത്ഥനയുടെ ഭാഗം, അവിടുത്തെ ഉടമ്പടി, അതിലൂടെ ഞാൻ എനിക്ക് കിട്ടിയ ഒരു അനുഗ്രഹം, അതെൻ്റെ അമ്മയ്ക്ക് വേണ്ടി ഞാൻ പ്രാർത്ഥിച്ചു. ഇനി തുടർന്ന് കൃപാസനത്തിൽ നിന്ന് കിട്ടിയ അനുഗ്രഹങ്ങളെക്കുറിച്ച് ഒരുപാട് എനിക്ക് പറയുവാനുണ്ട്. എന്തായാലും നിങ്ങൾ എൻ്റെ അമ്മയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. നിങ്ങളെല്ലാവരും പ്രാർത്ഥിക്കുക. ആ വീഡിയോ നിങ്ങൾ മറ്റുള്ളവരിലേക്ക് കൂടി ഷെയർ ചെയ്ത് കൊടുക്കണം. കാരണം എൻ്റെ അമ്മയ്ക്ക് കിട്ടിയ സൗഖ്യം, എൻ്റെ പെറ്റമ്മയ്ക്ക് കിട്ടിയ സൗഖ്യം നിങ്ങൾക്ക് ഏവർക്കും നേരിൽ കണ്ട് ബോധ്യപ്പെടുന്നതിന് വേണ്ടിയിട്ടാണ്. നന്ദി, നമസ്കാരം.